ഹലോ, ഞങ്ങളിന്ന് ലക്ഷദ്വീപിലെ ഇട്ടുബന്ധത് ഉണ്ടാക്കാൻ പോവാണ്. പല റെസിപ്പിയിലുണ്ട്. അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ റെസിപ്പിയിൽ ഒരു ഇട്ടുബന്ധത് ലക്ഷദ്വീപിലെ ചൂര മീൻ കൊണ്ടാണ് ഇട്ടുബന്ധം ഉണ്ടാക്കുന്നത്. നമുക്ക് കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം കുറച്ച് വറ്റൽമുളക്, കൊത്തൻപാരി, വലിയ ജീരകം, ഏലക്ക, കറുവാപ്പാട്ട, ഗ്രാമ്പു, കുറച്ച് കുരുമുളകും കൂടി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഇനിയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ജാതിക്കയും കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ബിരിയാണിയിലെന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. കേരളത്തിൽ എന്താണെന്ന് അറിയില്ല. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം വറ്റൽമുളക് മാത്രം ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരുമിച്ച് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നിറം മാറുന്നത് നോക്കിയിട്ട് നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ റെഡ് കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിലേക്ക് ആദ്യം വറുത്തെടുത്ത മുളക് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഫിഷ് മസാല ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ മസാല ആവശ്യത്തിന് എടുത്തിട്ട് കുറച്ച് മഞ്ഞളും ആവശ്യത്തിന് എടുക്കാം. എന്നിട്ട് നന്നായി അരച്ചെടുക്കാം. കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ആവശ്യത്തിന് ഇഞ്ചി എടുക്കുന്നുണ്ട്, 2 മുളക് എടുക്കുന്നുണ്ട്. മസാലയ്ക്ക് എരിവുള്ളതൊക്കെ ആയതുകൊണ്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇത്രയും വേണ്ട, ഞാൻ പകുതി പിന്നീട് ഒഴിവാക്കി. പിന്നെ 2 തക്കാളി, 2 ഉള്ളി നന്നായിട്ടരിഞ്ഞെടുത്തിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ 3ഉം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നു, ഞാൻ മറന്നു പോയതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ചൂര മീനാണ്. അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അരച്ചെടുക്കുന്നതിന് കുറച്ച് മസാല മിക്സ് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വിനാഗിരി, ഞങ്ങളുടെ ഇവിടെ സിർക്ക എന്ന് പറയും, അതിനും കുറച്ച് ഒഴിച്ചിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ടൊരു 10-20 മിനിറ്റ് അത് നന്നായിട്ടൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി വെക്കുകയാണ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ എല്ലാ മീനും അതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു മൂട്ട് വെച്ച് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരു തേങ്ങയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കഴുകി വെച്ച അരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെയും കുറച്ച് ഉപ്പ് ആഡ് ചെയ്തതാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ശ്രദ്ധിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമ്മുടെ മസാല കൂട്ട് റെഡിയായി അരച്ചെടുത്ത്. അപ്പോൾ അതിനിടയിൽ നമ്മൾ മീൻ റെഡിയാകാൻ നോക്കി, വെള്ളം മുക്കി വറ്റിക്കഴിഞ്ഞു. അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊരിച്ചെടുക്കാൻ പാടില്ല, മീഡിയം അളവിൽ പൊരിച്ചെടുത്താൽ മതി. ഈ റെഡ് കളർ പോലെ മീൻ നമ്മൾ വേറെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് ഉള്ളി ആ നെയ്യിൽ തന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അധികം വഴറ്റൊന്നും വേണ്ട. റെഡ് കളർ ആയാൽ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി കുറച്ച് വേയാൻ വേണ്ടി കുറേ സമയം ഇളക്കി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പില, അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതിലേക്ക്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി വേവിക്കുക. അതിനുശേഷം നമുക്ക് മീനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പൊരിച്ച മീനില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ മസാലക്കൂട്ടും തൊട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ മസാലക്കൂട്ട് കുറച്ച് കൂടുതലായിരുന്നു, അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ടാണ് ഞാൻ തൊട്ട് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ലക്ഷദ്വീപിലെ എല്ലാ ഇട്ടുബന്ധയും ഈ സെയിം റെസിപ്പി അല്ല. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കണേ, സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറ് റെഡിയായി കിട്ടി. നമ്മുടെ മസാലക്കൂട്ട് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് സമയം മൂട്ടടച്ച് വെക്കാം, വെള്ളം വറ്റിയൊന്ന് നോക്കണം. അപ്പോൾ ലക്ഷദ്വീപിലെ ഇട്ടുബന്ധത് റെഡിയായിട്ടുണ്ട്. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.